ഇന്ത്യയിൽ നിലവിൽ ഏറ്റവും അധികം ആളുകൾ കാത്തിരിക്കുന്ന സിനിമയാണ് ഉണ്ണിമുകുന്ദൻ ചിത്രമായ മാർക്കോ. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായ വർഷമാണ് 2024. അതുപോലെ ഉണ്ണിമുകുന്ദനെ സംബന്ധിച്ചും രണ്ട് വലിയ ഹിറ്റുകൾ ഉണ്ടായ കൊല്ലമാണ് ഈ വർഷം. രണ്ടൊത്താൽ മൂന്നൊക്കുമെന്ന ഒരു പഴഞ്ചൊല്ല് ഞാനിപ്പോൾ ഇവിടെ ഓർക്കുകയാണ്. ഇനി 2025 ആകാൻ അധികം ദിവസങ്ങളില്ല. ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റാകും ഒരുപക്ഷെ നാളെ ഇറങ്ങാൻ പോകുന്ന ഉണ്ണിമുകുന്ദൻ ചിത്രമായ മാർക്കോ. സിനിമയുടെ പ്രതീക്ഷ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാനോളമാണ്. ഓൾറെഡി സിനിമയെക്കുറിച്ച് അഭിമുഖങ്ങളിൽ മറ്റു താരങ്ങൾ സംസാരിച്ചതുകൊണ്ട് സിനിമയ്ക്ക് ഒരുപാട് ഹൈപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ സിനിമയിൽ ജഗദീഷിൻ്റെ ഇതുവരെ ആരും ചെയ്യാത്ത തരത്തിലുള്ള വില്ലൻ വേഷം ഉണ്ടാകുമെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു അഭ്യൂഹത്തിന് തുടക്കം വെച്ചത് ഷറഫുദ്ദീൻ ആയിരുന്നു. മലയാളത്തിലെ ഒരു സീനിയർ ആക്ടർ ഒരു സിനിമയിൽ ആരും ചെയ്യാത്ത തരത്തിലുള്ള വില്ലൻ വേഷം ചെയ്തു എന്നുള്ള ഒരു ഡയലോഗായിരുന്നു അത്. ഒരു ഇൻ്റർവ്യൂവിൽ ഷറഫുദ്ദീൻ പറഞ്ഞതാണ്. എന്തായാലും നാളെ 20-ാം തീയതിയാണ് സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത്. നാളെ ഈ ഒരു ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം ലഭിക്കുമെന്ന് ഉറപ്പാണ്. അതുപോലെ ഹനീഫ് അദനിയെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം ചെയ്തിട്ടുള്ള മിക്ക സിനിമകളും ഹിറ്റ് സ്റ്റാറ്റസിൽ ഇടം നേടിയ സിനിമകളാണ്. ഹനീഫിൻ്റെ തന്നെ മിഖായേൽ എന്ന സിനിമയിലെ മാർക്കോ എന്ന കഥാപാത്രത്തിൻ്റെ സ്പിൻ ഓഫ് ആണ് ഈ ഒരു സിനിമ. മിഖായേൽ സിനിമ വേണ്ടത്ര രീതിയിൽ ശ്രദ്ധ നേടിയില്ലെങ്കിലും മാർക്കോ എന്ന വില്ലൻ കഥാപാത്രം നല്ല രീതിയിൽ തന്നെ പ്രേക്ഷക പ്രശംസ നേടിയ ഒരു കഥാപാത്രമായിരുന്നു. മിഖായേൽ സിനിമ അത്യാവശ്യത്തിന് ഹൈപ്പിൽ വന്ന സിനിമ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ അത്യാവശ്യത്തിന് ആൾ കയറിയ സിനിമയായിരുന്നു. തിയേറ്ററിൽ ഉണ്ണിമുകുന്ദൻ സീനുകൾക്ക് നല്ല കയ്യടിയായിരുന്നു. അതുപോലെ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയതിന് ശേഷം സിനിമയ്ക്ക് നല്ല സ്വീകാര്യതയാണ് ജനങ്ങൾക്കിടയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിലെ ഏറ്റവും വയലൻസ് ഉള്ള പടം എന്ന ടാഗോട് കൂടിയാണ് സിനിമ ഇറങ്ങുന്നത്. ഈ സിനിമ എങ്ങാനും ക്ലിക്ക് ആവുകയാണെങ്കിൽ ഒരുപക്ഷെ മലയാള സിനിമയുടെ ആദ്യ പാൻ ഇന്ത്യൻ ഹിറ്റായി മാറും മാർക്കോ. അതുപോലെ തന്നെ ഉണ്ണിമുകുന്ദൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായ സിനിമയായി മാറുകയും ചെയ്യും. മാളികപ്പുറം എന്ന സിനിമയിലൂടെ 50 കോടി ക്ലബിൽ ഉണ്ണിമുകുന്ദൻ എത്തിയിരുന്നു. എന്തായാലും ഈ ഒരു സിനിമ വഴി ഉണ്ണിമുകുന്ദനെ 100 കോടിയല്ല അല്ലെങ്കിൽ ഒരു 500 കോടിയെങ്കിലും എത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. സിനിമ ഇറങ്ങുന്നതിന് മുമ്പുള്ള ഒരു പ്രീ റിവ്യൂ ആണിത്. എന്തായാലും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക്